ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസമായി അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കുഞ്ഞിന് പനിയായിരുന്നു, എനിക്ക് പിന്നെ പനിയായി, അങ്ങനെ കുറച്ച് വയ്യാഴികയായി. അപ്പോൾ ഇന്നൊരു ലഞ്ച് വ്ളോഗാണേ. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് കുറച്ച് മീൻ കിട്ടിയായിരുന്നു. ഞാൻ കുറച്ച് ചൂരയും വാങ്ങിച്ചു, പിന്നെ റെഡ് ബെല്ലി എന്നും പറഞ്ഞിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ആ മീനും വാങ്ങിച്ചു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള റെഡ് ബെല്ലി എല്ലാം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് നാളത്തേക്ക് എടുക്കാമെന്ന് വെച്ച് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാൻ ഇന്നത്തേക്ക് ഞാൻ എടുത്തു. കുറച്ച് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി അതങ്ങോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുവാണ്. പൊടികളിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചാലിച്ചെടുത്തിട്ട് മീനൂടെ പുരട്ടി അതങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുവാണ്. ഫ്രൈങ് പാൻ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ള മീനെല്ലാം ഞാൻ അതിനകത്തിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ചൂരയും കൂടെ എടുത്ത് കഴുകി, എല്ലാം കട്ട് ചെയ്താണല്ലോ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കുക, പിന്നെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതും നല്ലപോലെ കുഴപ്പമില്ല, നല്ല ചൂരയായിരുന്നു. അപ്പോൾ അതും എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി അതും കറിക്കെടുക്കാനായിട്ട് കഴുകി ഞാൻ അതും അങ്ങോട്ട് മാറ്റി വെച്ചേ. ചൂര മുളക് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ചേട്ടനും മുളക് കറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്ത് മീൻ കിട്ടിയാലും മുളക് കറി വെക്കുന്നതാണ് ഇഷ്ടം, തേങ്ങ അരച്ചങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതും ഞാൻ കഴുകി മാറ്റി വെച്ചു, അതിനുള്ള പരിപാടി തുടങ്ങി. അപ്പം ഇളയാളിരുന്ന് ചെറിയ കുരുത്തക്കേടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ അവനെ വഴക്കൊക്കെ പറഞ്ഞ് വെള്ളത്തിൽ കളിയാ, ഞാൻ പറഞ്ഞ് അപ്പുറത്ത് പോയിരിക്കുന്നൊക്കെ പറഞ്ഞു. ഒന്നും കേൾക്കത്തില്ല, അവിടെ ഇരുന്ന് കളി തന്നെ കളി, പനിയാണ്. അപ്പം ഞാൻ നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇട്ടില്ല, ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് ചതച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് സാധാരണ ഒരു മീൻ കറി കുടംപുളിയൊക്കെ ഇട്ട് വെക്കുവാണ്. ഞാൻ പിന്നെ ഉള്ളിയൊന്നും അരിഞ്ഞിട്ടില്ല, ഞാൻ സവാള ഇതും വഴറ്റുന്നൊന്നുമില്ല. ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴിച്ച് അത് ഞാൻ അടുപ്പത്ത് വെച്ച് മീനും പെറുക്കി അതിനകത്ത് ഒന്ന് തിളയ്ക്കാറായപ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാറായപ്പോഴത്തേക്ക് മീനും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മീനും തിളയ്ക്കാൻ വെച്ചു. പിന്നെ ഇച്ചിരി കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും എടുത്തുന്ന ഒരു മെഴുക്കുരുട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള നമ്മുടെ കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുക്കുവാണ്. നോക്കിയപ്പോൾ കൂടുതലും എല്ലാം പഴുത്ത കോവയ്ക്ക. എനിക്ക് പഴുത്ത കോവയ്ക്ക ഒരുപാട് ഇടുന്നത് എനിക്കിഷ്ടമല്ല, നല്ലപോലെ പഴുത്തത്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആണെങ്കിലും വേണ്ട, നല്ലപോലെ അങ്ങ് പഴുത്തായി കഴിഞ്ഞാൽ നമുക്കൊരു മധുരം വരും. അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് ഉള്ളത് ഞാൻ അതും അരിഞ്ഞ് അതിനകത്തൊരു സവാളയൊക്കെ അരിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് നല്ലപോലെ വെന്തു. അപ്പോൾ ഞാൻ ചോറും അങ്ങൂറ്റി ഞാനതങ്ങ് വറുത്ത് വെച്ച് ആ സമയം കൊണ്ട്. അപ്പം ഇനിയിപ്പം എന്തായാലും വറുത്ത മീനും ആയിട്ടുണ്ട്, മീൻ അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം വറുത്ത മീനായല്ലോ, അപ്പോൾ ഇനി ആ അടുപ്പത്തോട്ട് നമ്മുടെ എണ്ണയെല്ലാം ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മുടെ കോവയ്ക്കകത്തോട്ടങ്ങ് ചേർത്ത് അതൊന്ന് തിരുമ്മി എണ്ണയൊഴിച്ച് അതും അങ്ങ് നമ്മുടെ വഴറ്റാനായിട്ട് മെഴുക്കുവരട്ടിക്കായിട്ട് അങ്ങ് ഇട്ടു. അതും ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. പനിയായതുകൊണ്ട് എല്ലാം കുറച്ച് സ്ലോ ആണ്. അപ്പം മീനും നല്ലപോലെ അപ്പുറത്തെ അടുപ്പിൽ തിളയ്ക്കുന്നുണ്ട്, അത് ഏകദേശം തിളച്ചൊക്കെ പറ്റി. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്, വറുത്ത മീനുമായി. അപ്പോൾ ഇനി ചോറുണ്ണാൻ പോവാം. വറുത്ത മീനും മെഴുക്കുവരട്ടിയും മീൻ കൂട്ടാനും ഒക്കെ കൂട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.